നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ട്രംപ് ഏകദേശം 2015 രാഷ്ട്രീയത്തിലേക്ക് വന്നു. 11-ാം വർഷമായിട്ട് അമേരിക്കയുടെ രണ്ടാമത്തെ പ്രാവശ്യം പ്രസിഡന്റായ ശേഷവും ലോകത്തിൽ ഇന്നും മനസ്സിലായിട്ടില്ല ട്രംപ് ആരാണെന്ന്. സ്പെസിഫിക്കലി മലയാളികൾക്ക് ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം വിദേശ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ആശാൻ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആ വള്ളി വീണ്ടും പിടിച്ച് നടക്കുകയാണ്. അത്യന്തം ഇപ്പം വിദേശ വാർത്തകളൊന്നും താല്പര്യമില്ല ആശാൻ, വേറെന്തൊക്കെയോ വള്ളികൾ പുറകെ പോയിരിക്കുകയാണ്. രണ്ടാമത് ചെയ്യുന്നത് നമ്മുടെ പി സാറും SKനും ആണെങ്കിൽ വിദേശ വാർത്തകളെ കോമഡി ഷോ ആക്കി മാറ്റി തുള്ളി തുള്ളി കളിക്കുകയാണ്. പിന്നെ മറുനാടൻ കറിയെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഒരുപാട് ചെലവുകൊണ്ട് നടത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ട്രംപിനെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വ്യക്തമായി കാണുക. ഇന്നലെ അതേ മാതൃക ലോകം മുഴുവൻ കണ്ടിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് കൈ കൊടുക്കുന്നു ഖമേനിക്ക്. ആ കൈ തട്ടിക്കളഞ്ഞുകൊണ്ട് ഖമേനി വീണ്ടും മുന്നോട്ട് വരുന്നു. പ്രശ്നത്തിന്റെ കേന്ദ്രം എന്താണ്? പ്രശ്നം എന്താണെന്നാൽ അലി ഖമേനി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ട്രംപിന്റെ നയതന്ത്ര ശൈലി എന്താണ്. വളരെ സിമ്പിൾ എന്ന് പറയുന്നത്, ട്രംപ് യുദ്ധത്തോടെ ഒന്നും ആരംഭിക്കില്ല. അവൻ കൈകോർക്കലോടെ കൈ കൊടുത്തിങ്ങനെ ആരംഭിക്കും. അത് സ്വീകരിച്ചാൽ ഒരു കരാറാവും, പരിഹസിച്ചാൽ സമ്മർദ്ദം വരും നിങ്ങൾക്ക് മുകളിൽ, നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ അവൻ അവസാനിപ്പിക്കും. അതാണ് ട്രംപ്. ജൂൺ 12-ാം തീയതിയിലെ യുദ്ധത്തിന് മുമ്പ് ഒരു മാസം മുമ്പ് അവൻ ഖത്തറിലേക്ക് ഒരു യാത്ര പോയി. വിമാനം വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു, എന്താ പറഞ്ഞേ, ട്രംപ് അങ്ങ് അറബികളെ കണ്ടപ്പോൾ മുട്ടുമടക്കി ബീബീനെ തല്ലി ഓടിച്ചു, വൈറ്റ് ഹൗസിൽ തല്ലി എന്നൊക്കെയാണ് പറഞ്ഞു ഉയർത്തിയ. ഒരു ദിവസം രാവിലെ 3 മണിക്ക് ഇസ്രായേൽ ആളുകൾക്ക് അലാറം കൊണ്ട്, അവരുടെ സൈറൻ കൊണ്ട് ഞെട്ടി ഉണർന്നപ്പോൾ കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ട്വീറ്റ് വന്നു, ഐ ഗീവ് ഹിം 60 days. ഞാൻ അവന് 60 ദിവസം കൊടുത്തു. 61-ാം ദിവസമാണ് ഇന്ന്. ഐ ഗീവ് യു ഗ്രീൻ ലൈറ്റ്. അതാണ് അവൻ എന്തും പറയും. അവിടെ നയം എന്ന് പറയുന്നത് നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ച് അവൻ ഇങ്ങനെ കയ്യിൽ സിനിമ വില്ലന്മാരെ കണ്ടിട്ടില്ലേ, കൈ ഇങ്ങനെ പിടിച്ചോണ്ട് പോയിട്ട് പെട്ടെന്ന് വിടും. അതാണ് അവന്റെ ശൈലി. അവന്റെ ശൈലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ തിരിക്കുന്ന നീക്കം. വന്ന മുതല് അവൻ പറയുന്ന ഒരു കാര്യമാണ്, അവന്റെ കാലഘട്ടത്തിൽ അവൻ ആളുകളെ ശാന്തരാക്കും. ആദ്യം അവൻ ശാന്തനാക്കിയത് ആരെയാണെന്നറിയോ നിങ്ങൾക്ക്? നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് ജൂങ് എന്ന് പറഞ്ഞ കുങ്ജൂങ്ങിനെ. അവൻ ആ സിംഗപ്പൂർ പോയി കണ്ട് കൈ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നു. ശാന്തനാണ്. ഇപ്പം വല്ലോ എന്തെങ്കിലും മാലപ്പടക്കം പോലെ എന്തെങ്കിലുമൊക്കെ വിട്ടുകളി. ട്രംപ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നേരം വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ട് കളിച്ചോ, പക്ഷേ പരിഹസിക്കരുത്, അല്ലെങ്കിൽ തട്ടിക്കളയരുത്. പരിഹസിച്ചാൽ സമ്മർദ്ദം വരും, തട്ടിക്കളഞ്ഞാൽ ഇല്ലാതാക്കും. അതാണ് ട്രംപ്. വളരെ വ്യക്തമാക്കി മനസ്സിലാക്കുക. ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ശക്തരാകും. അമേരിക്ക ഫസ്റ്റ് മൂവാണ്. ട്രംപിന്റെ പല പോളിസികളും അംഗീകരിക്കുന്നില്ല, എന്നാൽ പോലും ശ്രദ്ധ തിരിക്കുന്ന നീക്കം നിങ്ങൾ വ്യക്തമാക്കി കേൾക്കുക. മഡൂറോയുടെ കാലഘട്ടത്തിൽ അവിടെ നിന്ന് കിടക്കുന്ന ഡ്രഗ് പണം കൊണ്ടാണ് ഈ ലോകത്തിലെ ഹിസ്ബുള്ള എല്ലാവർക്കും പണം പോരുന്നത്. രാത്രി ഭാര്യനും ഭർത്താവിനും പൊക്കിക്കൊണ്ടുവന്ന് ലോകം മുഴുവൻ അമേരിക്ക വെല്ലുവിളിക്കുമ്പോൾ പെട്ടെന്ന് അവൻ ശ്രദ്ധ തിരിച്ചു ഇവിടേക്ക് ഗ്രീൻലൻഡ് വേണമെന്ന് പറയുന്നു. ലോകം മുഴുവൻ ഗ്രീൻലൻഡിലേക്ക് പോയി. ഗ്രീൻലൻഡ്. അവൻ എന്താ പറഞ്ഞേ? യൂറോപ്പിലോട് എന്താ പറഞ്ഞേ? ഡാവോസിൽ പോയി യൂറോപ്പിൽ നേതാക്കന്മാരോട് പറഞ്ഞു, 1944 അമേരിക്ക ഒന്നില്ലായിരുന്നെങ്കിൽ പകുതി യൂറോപ്പിലെ ജനങ്ങളും ജർമ്മനി സംസാരിച്ചേനെ, കുറച്ചുപേര് ജാപ്പനീസ് ഭാഷ സംസാരിച്ചേനെ. എന്താ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കുക. നന്ദി വേണം, നന്ദി. അതോടെ യൂറോപ്പ് അടങ്ങി. അമേരിക്കയെ വെല്ലുവിളിക്കാൻ നാറ്റോ ഗ്രീൻലാൻഡിലേക്ക് എത്ര പേരെ വിട്ടേന്ന് നിങ്ങൾക്കറിയോ? 13 പേരെ. ഇപ്പോൾ സംജോതയായി ഗ്രീൻലാൻഡ് അമേരിക്ക സ്വന്തമാക്കി. അമേരിക്കയുടെ ആണ് പണ്ടും, പക്ഷേ അമേരിക്കൻ ഫസ്റ്റ് മൂവ്. ഇന്ന് അമേരിക്കൻ മിനറൽ സ്വന്തമാക്കി. അപ്പോൾ അവൻ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചു. അവൻ അർമട വിട്ടിരിക്കുകയാണ്. എവിടേക്കാണ് വിട്ടിരിക്കുന്നത്? ഇറാനിലേക്ക്. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തമായ ചോദ്യം, എന്താണ് ഖമേനിയുടെ ലക്ഷ്യം? ഇവിടെ ട്രംപ് തിരിച്ചടിക്കും എന്ന് ഖമേനിക്ക് അറിയാമോ? വ്യക്തമായ ചോദ്യം. അവസാനം എന്താണ് ഖമേനി നേടാൻ പോകുന്നത്? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഖമേനിയുടെ ഉദ്ദേശം രാഷ്ട്രീയപരമായ ഉദ്ദേശമാണോ, മതപരമായ ഉദ്ദേശമാണോ, രാജ്യത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണോ, സൂയിസൈഡ് ബോംബിലേക്ക് പോകാനാണോ ഖമേനി ശ്രമിക്കുന്നത്? എന്താണ് ഖമേനി അവസാനം നേടാൻ ശ്രമിക്കുന്നത്?
ട്രംപ് തിരിച്ചടിക്കുമോ എന്ന് അവനറിയില്ല. വളരെ വലിയൊരു ചോദ്യമാണ്. അതറിയുമെങ്കിൽ ഈ ട്രംപിനെ പരിഹസിക്കില്ല. ട്രംപിന്റെ നയതന്ത്രം ഇന്നും ലോകം മനസ്സിലാക്കിയിട്ടില്ല. വന്ന പിറ്റത്താഴ്ച ലിബറേഷൻ ഡേ താരിഫ് ലോകം മുഴുവൻ പ്രഖ്യാപിച്ചു. ലോകം മുഴുവൻ ഞാൻ ഒരു വലിയൊരു ബോർഡൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ അവർക്ക് ഇവർക്ക് അല്ല, അവർ ലോകം മുഴുവൻ കാണിച്ചു. ഷെരീഫ് പുതിയ SI ചാർജ് എടുത്തു എന്ന് ലോകം മുഴുവൻ അവൻ കാണിച്ചു വന്നു. അമേരിക്ക എന്ന് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 1 വർഷമായിട്ട് ഇവിടെ പല സാധനങ്ങൾക്കും ₹1 പോലും കൂടിയിട്ടില്ല. എനിക്ക് അത്യാവശ്യം ഒരു പല റീറ്റെയിൽ ബിസിനസ്സൊക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ, യൂറോപ്പിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സിന് ₹1 പോലും കൂട്ടിയിട്ടില്ല. അഥവാ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പൂഴ്ത്തിവെപ്പിൻ്റെ പേരിൽ കൂട്ടി വെച്ചിരിക്കുന്നതാണ്. അവൻ്റെ പരിപാടി എന്താ? അവൻ 25-50 കൊടുത്തു. അത് കഴിഞ്ഞ് ഒരുപാട് പേര് അവനെ കാണാൻ വൈറ്റ് ഹൗസിൽ പോയി ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞു അതെല്ലാം പ്രശ്നങ്ങളാണ് എല്ലാം. അപ്പോൾ അവനെന്ത് ചെയ്തു? പതുക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ അയച്ചു കൊടുത്തു. പതുക്കിനെ അത് നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ച് മുറുകെ പിടിക്കും, എന്നിട്ട് പയ്യെ അയച്ചു വിട്ടു. അമേരിക്കയിൽ എന്താണ്, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് മുന്നേറി പോയിക്കൊണ്ടിരിക്കുകയാണ്. S&P ഒക്കെ കയറി പോയിരിക്കുക, ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. എന്നിട്ട് എന്തു പറ്റി? ലോകത്തിൽ ഒരേ ഒരു രാജ്യത്തിന് മാത്രമാണ് അവൻ വെച്ചിരിക്കുന്നത് താരിഫ്. ആർക്കെതിരെയാണ്? ചൈനയ്ക്ക്. ഇന്ത്യയുടെ പര്യടനം എന്നൊക്കെ പറയുമ്പോൾ എപ്പോൾ എടുത്തു കളയും. ഇതൊക്കെ തമാശയാണ്. ഇന്ത്യയൊക്കെ വെറും ഇന്ത്യ, ബംഗ്ലാദേശ് എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളുടെ പല രാജ്യങ്ങളുടെ താരിഫൊക്കെ വെറും കുട്ടിക്കളിയാണ്. ഇറ്റ്സ് നെവർ കമ്മിങ് ടു ആക്ഷൻ. അതൊന്നും വരാനേ പോകുന്നില്ല. ഉദ്ദേശം വേറെയാണ്. ചൈനയെ അവൻ ഒതുക്കി. അവൻ്റെ ലക്ഷ്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അതായത് ഈ ശ്രദ്ധ തിരിച്ചു. ഇവിടെയാണ് ശക്തി പരീക്ഷ. ട്രംപ് പലപ്പോഴും ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തിലാക്കുകയാണ് ആരെ? എതിരാളികളെ. അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതാണ്. എന്ത്? സമ്മർദ്ദത്തിലാക്കുക, കാര്യങ്ങൾ കാണുക എന്നത്. കാരണം അവൻ ഈ അർമാടം മുഴുവൻ, ലോകം മുഴുവൻ അയക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതായത് പവർ, ശക്തി കൊണ്ട് ലോകം കീഴടക്കുക എന്നുള്ള അമേരിക്കയുടെ റേഗന്റെ കാലത്തെ അത് വീണ്ടും കാണിച്ചു കൊടുക്കുക. ഒരിക്കൽ പോലും ഒരാൾക്കും അമേരിക്കയെ എതിർക്കാൻ സാധിക്കാൻ പറ്റാത്തതിലേക്ക് എത്തിക്കുക ഈസ് വെരി വെരി ഗെയിം പ്ലാൻ. നമ്മൾ ഈ പറയുന്ന പോലെ ചാടിത്തുള്ളി പറഞ്ഞുകൊണ്ട് പറയുന്നതല്ല. അവൻ്റെ നീക്കം വളരെ ശക്തമായ നീക്കമാണ്. കരുതലോടെയാണ് അവൻ നിൽക്കുന്നത്. ഇറ്റ്സ് എ ഡീൽ മേക്കർ. വർഷങ്ങളായി ബിസിനസ് ഡീൽ മേക്കറാണ്. മണ്ടത്തരം വിളിച്ചു പറയുക എല്ലാം ചെയ്യുന്നത്. ഒരു പക്ഷെ പല കാര്യങ്ങളിലും ഞാൻ പുള്ളിയെ പാടെ എനിക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, അന്തിമമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ട്രംപിന് ലക്ഷ്യമെന്ന് പറയുന്നത് ശക്തിയിലൂടെ കരാർ നേടാൻ ശ്രമിക്കുകയാണ്. കമ്മ്യൂണി ചെയ്യുന്നത് എന്താണ്? ഭീഷണിയിലൂടെ പ്രതിരോധം പ്രകടിപ്പിക്കുന്നു. അവസാനം ഇതൊരു കരാറിലേക്ക് പോകുമോ അതോ അപകടകരമായ ഏറ്റുമുട്ടലിലേക്ക് പോകുമോ എന്ന് കണ്ടിരുന്ന് കാണാം. ഞാൻ വീണ്ടും ഉന്നയിക്കുന്നു, കമേനിക്ക് അറിയാമോ എന്താണ് കമേനിക്ക് അവസാനം വേണ്ടത് എന്ന് നിങ്ങൾ കുറിച്ചു നിങ്ങളുടെ കമന്റ് ബോക്സിൽ.